മോഡലിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്ത എല്ലാവർക്കുള്ള ഡൗട്ടായിരിക്കും എന്തൊക്കെ വേണം, എവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. വീഡിയോയിലേക്ക് പോകാം. ലെറ്റ് സ്റ്റാർട്ട്. മസ്റ്റായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പോളറോയിഡ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സിങ്ങിൽ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിന് മുമ്പിലായിട്ട് നിന്നുകൊണ്ട് വിത്തൗട്ട് മേക്കപ്പ്, എഡിറ്റിങ്ങോ ഫിൽറ്ററോ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ ഏറ്റവും നാച്ചുറൽ ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള ഫോട്ടോ എടുത്തു വെക്കുക. ഞാനിപ്പോൾ ഒരു സാമ്പിൾ ആയിട്ടുള്ള ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പോളറോയിഡിൻ്റെ ഡെമോ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പോളറോയിഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. പല മോഡലിംഗ് ഏജൻസിയുടെയും വെബ്സൈറ്റിൽ നമ്മൾ പോർട്ട്ഫോളിയോ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം അവർ ആദ്യം ചിലപ്പോൾ ചോദിക്കുക ഈ പോളറോയിഡ് ആയിരിക്കും. പോളറോയിഡ് അയച്ചു കൊടുത്തിട്ട് നമ്മളുടെ പ്രൊഫൈൽ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ മെയിലായിട്ട് നമുക്ക് റിപ്ലൈ തരും, നമ്മളുടെ പോർട്ട്ഫോളിയോ കൂടെ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയം മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോ അയച്ചു കൊടുക്കേണ്ടി വരിക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നല്ലൊരു പ്രൊഫഷണൽ പോർട്ട്ഫോളിയോ ആണ്. ഇതിൽ നമ്മളുടെ ഫോർമൽ, കാഷ്വൽ, ഫിറ്റ്നസ് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കണം ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കേണ്ടത്. ഡിഫറെൻറ്റ് കോസ്റ്റ്യൂമിൽ, ഡിഫറെൻറ്റ് മേക്കപ്പിൽ, ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽ, അത്തരത്തിലുള്ള ഫോട്ടോസ് ആയിരിക്കണം നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പോർട്ട്ഫോളിയോ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫോട്ടോസിൻ്റെ സാമ്പിൾസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പോർട്ട്ഫോളിയോ ആണെങ്കിൽ ഏജൻസിക്ക് മനസ്സിലാവും ഇവർക്ക് ഏതൊക്കെ ടൈപ്പിലുള്ള ഷൂട്ട് മാച്ച് ആവും, ഏതൊക്കെ ടൈപ്പിലുള്ള കോസ്റ്റ്യൂംസ് ഇവർക്ക് മാച്ച് ആവും, ഹെയർ സ്റ്റൈൽസ് ഇവർക്ക് മാച്ച് ആവും, അതെല്ലാം അവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഡിഫറെൻറ്റ് കോസ്റ്റ്യൂമിലും ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈലിലും ഉള്ളൊരു പോർട്ട്ഫോളിയോ ആയിരിക്കണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ജനറൽ കാസ്റ്റിംഗ് വീഡിയോ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ജെന്യൂൻ ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ഏജൻസികളും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ജനറൽ കാസ്റ്റിംഗ് വീഡിയോ. ഒരു ഷൂട്ട് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു നോർമൽ ലുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റ് ചിലപ്പോൾ അവരെടുത്ത് റിക്വസ്റ്റ് ചെയ്യാം നമ്മളുടെ ജനറൽ കാസ്റ്റിംഗ് വീഡിയോ. ആ സമയത്ത് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ജനറൽ കാസ്റ്റിംഗ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ജനറൽ കാസ്റ്റിംഗ് വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പലർക്കുള്ള ഡൗട്ടാണ് ഏതാണ് ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസി. ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഏജൻസിയും ഒരു മോഡലിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് അപ്ഫ്രണ്ട് ആയിട്ട് വാങ്ങിക്കില്ല. മോഡലിംഗ് ഏജൻസി ക്യാഷ് ഉണ്ടാക്കുന്നത് നിങ്ങളൊരു ഷൂട്ടിന് സെലക്ട് ആയി, അപ്പോൾ അവർ നമ്മുടെ ക്ലയൻറ്റുമായിട്ട് ബുക്ക് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആണെങ്കിൽ അതിൽ നിന്ന് 10% ഇവരുടെ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു 15% കമ്മീഷൻ, ആ ഒരു രീതിയിലായിരിക്കും ഏജൻസികൾ ക്യാഷ് ഉണ്ടാക്കുന്നത്. അല്ല ഒരിക്കലും അപ്ഫ്രണ്ട് ആയിട്ട് മോഡലിൻ്റെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീ, പോർട്ട്ഫോളിയോ ഫീ ആ രീതിയിലൊന്നും പറഞ്ഞുകൊണ്ടല്ല മോഡലിംഗ് ഏജൻസികൾ ക്യാഷ് ഉണ്ടാക്കുന്നത്. ഓൾ ഓവർ ഇന്ത്യയിൽ വരുന്ന കുറച്ച് മോഡലിംഗ് ഏജൻസികളുടെ ലിസ്റ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ തന്നെ ഏതെങ്കിലും ഏജൻസി നിങ്ങളുടെ അടുത്ത് ക്യാഷ് അപ്ഫ്രണ്ട് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. See you.